ഞാൻ NCP എന്ന് രാജിവെക്കാൻ കാരണം ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. PC ചാക്കോയുടെ ഏറ്റവും വിശ്വസ്തനായ ആളായിട്ടാണ് എന്നെ എല്ലാവരും കണ്ടിരുന്നത്. PC ചാക്കോ എന്നെ വിളിച്ചിട്ട് ആ പരിപാടി നടത്താൻ പാടില്ലെന്നും കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ ഒരു പരിപാടിയും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. കേരളത്തിലൊരു MLA ഒരു മന്ത്രി ഉള്ളത് കൊണ്ട് ഇത് പോകുന്നേ ഉള്ളൂ. ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാരണം ഇതിനകത്ത് പ്രവർത്തിക്കാൻ പാടില്ല. നമ്മളൊരു പോസ്റ്റ് വാങ്ങി വെറുതെ മിണ്ടാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. PC ചാക്കോയും ശശീന്ദ്രനും തമ്മിലുള്ള തെറിവിളിയും ശശീന്ദ്രനും PC ചാക്കോയും തമ്മിലടി, തോമസ് കെ തോമസും PC ചാക്കോയും തമ്മിലുള്ള വിഷയം, ഇതല്ലാതെ പാർട്ടിയിൽ ഒന്നും നടക്കുന്നില്ല. ഇത് കണ്ടതാണ് MLAക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. CPM ഇതൊരു തലവേദനയാണ് ഈ പാർട്ടി. കുട്ടനാട്ടിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്യുമെന്നുള്ള പേടിയിലാണ് അദ്ദേഹത്തെ പോലും പുറത്താക്കാൻ വേണ്ടി മുൻകൈയെടുത്തത്. 2 ദിവസം മുമ്പേ എറണാകുളത്ത് പോയി അവിടെ ഇരുന്നു കൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു പ്ലാൻ നാടകമാണ് PC ചാക്കോ പ്രസിഡന്റ് ആയത്. അതിനകത്ത് ഞാനും അതിനകത്ത് കണ്ണിയാണ്. അപ്പോൾ അപ്പോഴെപ്പോഴും വാക്ക് മാറ്റി പറയാൻ ഏറ്റവും വിരുദ്ധനാണ് PC ചാക്കോ. നമസ്കാരം, മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ സതീഷ് തോന്നയ്ക്കലാണ്. അദ്ദേഹം NCPയുടെ മുൻ ദേശീയ സെക്രട്ടറിയാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സതീഷ്, നമസ്കാരം. സതീഷ് തോന്നയ്ക്കൽ എന്നയാള് NCPയുടെ ദേശീയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് NCPയിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത്. NCPയിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊരു രാജിക്കുണ്ടായ കാരണം എന്താണ്? ഞാൻ NCP എന്ന് രാജിവെക്കാൻ കാരണം ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോയതാണ് ഞാൻ അതിൽ ചെയ്ത തെറ്റ്. അദ്ദേഹത്തിനെ ഞാൻ കാണാൻ പോയതിൻ്റെ പിറ്റേ ദിവസം കേരള കൗമുദിയിൽ ഒരു ചെറിയ വാർത്ത വന്നു, NCPയുടെ ദേശീയ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കണ്ടെന്ന്. അതിൻ്റെ പേരിൽ കുട്ടനാട് MLA തോമസ് കെ തോമസ് എനിക്കെതിരെ നിരന്തരം പരാതി ദേശീയ നേതൃത്വത്തിന് കൊടുക്കുകയും ശ്രീ ശരത് പവാറിന് കൊടുക്കുകയും PC ചാക്കോയ്ക്ക് കൊടുക്കുകയും അതിൻ്റെ പേരിൽ നിരന്തരം എന്നെ ആക്ഷേപിക്കുകയും പാർട്ടിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്നെയും ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും ചേർത്ത് വളരെ മോശമായിട്ട് പല ആൾക്കാരെ കൊണ്ട് അസഭ്യം എഴുതി വിടുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ കാരണം. NCPയിൽ അങ്ങ് 2 വിഭാഗം ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ. ഒന്ന് മന്ത്രി AK ശശീന്ദ്രൻ വിഭാഗവും പിന്നെ PC ചാക്കോ വിഭാഗവും. ഇതിൽ അങ്ങ് ഏത് പക്ഷത്തായിരുന്നു? ഞാൻ PC ചാക്കോ പക്ഷത്തായിരുന്നു. PC ചാക്കോയുടെ ഏറ്റവും വിശ്വസ്തനായ ആളായിട്ടാണ് എന്നെ എല്ലാവരും കണ്ടിരുന്നത്. പക്ഷേ അവസാന നിമിഷം എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, തോമസ് കെ തോമസും PC ചാക്കോയും തമ്മിൽ എന്തോ ഒരു ബന്ധം രൂപപ്പെടുകയും അതിൻ്റെ പേരിൽ ഞാൻ കുട്ടനാട് ഒരു 2 മാസം മുമ്പ് ഒരു പരിപാടി പ്ലാൻ ചെയ്തു. അതുപോലെ പാവപ്പെട്ട നിർധനരായിട്ടുള്ള ഒരു 10-100 പേർക്ക് സ്വയം തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്തു. ഇതറിഞ്ഞതുകൊണ്ട് തോമസ് കെ തോമസ് PC ചാക്കോയെ വിളിക്കുകയും PC ചാക്കോ എന്നെ വിളിച്ചിട്ട് ആ പരിപാടി നടത്താൻ പാടില്ലെന്നും കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ ഒരു പരിപാടിയും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ ഇനി കുട്ടനാട് പോകുകയേ വേണ്ടെന്നാണ് അദ്ദേഹം എൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. കാരണം അത് തോമസ് കെ തോമസ് NCP എഴുതി കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് റെജി ചെറിയാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും കുട്ടനാട്ടിൽ പോകാൻ പാടില്ല എന്ന് റെജി ചെറിയാൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി അവിടെ പാവപ്പെട്ടവർക്ക് നല്ല ആർക്കും അവിടെ തൊഴിൽ കൊടുക്കണ്ട, അത് തോമസ് നോക്കിക്കൊള്ളും എന്നാണ് പറഞ്ഞത്. സതീഷ് തോന്നയ്ക്കൽ നടത്തുന്ന ആ ഒരു പരിപാടിക്ക് ഒരു പ്രത്യേക പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സബർമതി സ്വയം തൊഴിൽ പദ്ധതി എന്നാണ്. അതായത് നമ്മൾ സ്ത്രീകൾ 20 പേരടങ്ങുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ നിന്ന് 1 രൂപ പോലും ആരൊന്നും വാങ്ങുന്നില്ല. അവർ ചെയ്തു തരുന്നതനുസരിച്ച് അവർക്ക് കൂലി കൊടുത്താണ് ഈ പ്രോഡക്റ്റ് തിരിച്ചെടുക്കുന്നത്. അത് ഞാനല്ല ചെയ്യുന്നത്, അത് തമിഴ്നാട്ടിലെ വലിയ 1-2 കമ്പനിയായിട്ട് നേരിട്ട് നമ്മളതിൻ്റെ ഇടനില ആകുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മറ്റേ തോമസ് കെ തോമസ് എന്ന ഒരു MLA എന്നുള്ള രീതിയിൽ കുട്ടനാടിൽ ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ MLA താമസിക്കുന്നത് തന്നെ ഇപ്പോൾ എറണാകുളത്ത് ആണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ തോമസ് ചാണ്ടി സാറിന് കിട്ടിയിരുന്ന ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് കുട്ടനാടിൽ കിട്ടുമെന്ന് അദ്ദേഹം ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം അതല്ല എങ്കിൽ അദ്ദേഹം റെജി ചെറിയാനെയോ അല്ലെങ്കിൽ സതീഷ് തോന്നയ്ക്കലിനോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ രാജ്യത്തുള്ള ഏതൊരു പൗരനും ഏത് സ്ഥലത്ത് പോയി ഒരു സാമൂഹിക പ്രവർത്തനം നടത്താനായിട്ടും പൊതുപ്രവർത്തനം നടത്താനായിട്ടുള്ള അവകാശമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ നിങ്ങൾ കുട്ടനാട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ താങ്കൾ ഇതിന് പ്രതികരിച്ചിട്ടേ? അല്ല, അതിന് പ്രതികരിക്കാൻ പറ്റില്ല. NCPയെ സംബന്ധിച്ചിടത്തോളം NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയാണ്. തോമസ് കെ തോമസ് MLA ആണ്. അദ്ദേഹം പറയുന്നതാണ് അവസാനം PC ചാക്കോയ്ക്ക് ഏറ്റവും ആപ്തവാക്യം. ആദ്യമൊക്കെ PC ചാക്കോ എതിർത്തിരുന്നെങ്കിലും അവസാനം ഇവർ തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ബന്ധം ഉണ്ടായി. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ മന്ത്രി വിവാദവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ മന്ത്രിയാക്കാമെന്ന് ആദ്യമൊക്കെ എതിർത്ത ആളാണ് PC ചാക്കോ. പിന്നീട് ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയാലേ പറ്റുള്ളൂ, ശശീന്ദ്രനെ മാറ്റണമെന്നുള്ള ഉറച്ച നിലപാടെടുക്കുകയും അത് നടക്കാതെ വന്നതിൻ്റെ
ആണ് ബാക്കി എൻ്റെ അടുത്തുകൂടെ ഇത് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പി സി ചാക്കോയുടെ ഏറ്റവും അടുത്ത് നിന്ന 2 വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. ഒന്ന് അഡ്വക്കേറ്റ് KR രാജൻ. പുള്ളിയും ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണോ അകത്താണോ എന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. ഒന്ന് ഞാനാണ്. പുള്ളി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിൻ്റെ പിറ്റേ ദിവസം എന്നെ പുറത്താക്കിയെന്നും പറഞ്ഞ് ലെറ്റർ ഇടുകയാണ് ചെയ്തത്. എന്നാൽ ഞാൻ അതിനു മുമ്പ് 9-ാം തീയതി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. എന്നിട്ട് ഈ തോമസ് കെ തോമസ് എനിക്കെതിരെ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നടക്കുന്നതുകൊണ്ട് ഞാൻ 20-ാം തീയതി പത്രസമ്മേളനം വിളിച്ച് എൻ്റെ രാജി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് 17-ാം തീയതിയിലത്തെ ഡേറ്റ് ഇട്ടുകൊണ്ട് എൻ്റെ പേരിൽ ഇല്ലാത്ത കുറേ ആരോപണവും കാണിച്ച് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞ് ലെറ്റർ പി സി ചാക്കോ തന്നു. ഇതിനെതിരെ ഞാൻ ശ്രീ ശരത് പവാറിനും പി സി ചാക്കോയ്ക്കെതിരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി തന്നില്ലെങ്കിൽ ഞാൻ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകും. അല്ല, ഞാനത് ചോദിക്കുന്ന കാര്യം വെച്ചാൽ ഈ NCP എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണോ? അപ്പോൾ അതിനൊരു ദേശീയ സെക്രട്ടറിയൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങനെ പുറത്താക്കാനായിട്ട് സാധിക്കുക? കാരണം ഒരു കാരണം കാണിക്കൽ നോട്ടീസോ അല്ലെങ്കിൽ ഒരു വിശദീകരണം ചോദിക്കലോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പുറത്താക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള വലിയൊരു ക്രിമിനൽ കുറ്റമൊന്നും സതീഷ് തോന്നെങ്കിൽ ചെയ്തിട്ടില്ലല്ലോ. അല്ല, NCP രജിസ്ട്രേഷനുള്ള പാർട്ടിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ഞാൻ അറിഞ്ഞത് മഹാരാഷ്ട്രയിൽ മാത്രമേ ഇതിന് രജിസ്ട്രേഷൻ ഉള്ളെന്നാണ്. കേരളത്തിന് രജിസ്ട്രേഷൻ ഇല്ല. പിന്നെ ഇത് 4-5 പേരടങ്ങുന്ന ഒരു അയൽക്കൂട്ടം മാതിരി അല്ലെങ്കിൽ ഒരു കുടുംബ യൂണിറ്റ് അല്ലെങ്കിൽ ക്ലബ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കേരളത്തിലൊരു MLA ഒരു മന്ത്രി ഉള്ളത് കൊണ്ട് ഇത് പോകുന്നേ ഉള്ളൂ. താങ്കൾ ഇതിനു മുമ്പ് പ്രവർത്തിച്ചത് DMK-യിലാണ് പ്രവർത്തിച്ചിരുന്നത്. DMK-യിൽ നിന്ന് NCP-യിലേക്ക് എത്തുമ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? അത് DMK ഒരു പാർട്ടിയാണ്, ഇതൊരു പാർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആൾക്കൂട്ടം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. DMK എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പാർട്ടിയാണ്. തമിഴ്നാട് കണക്ക് ഒരു സ്റ്റേറ്റിനെ മൊത്തത്തിൽ കൺട്രോൾ നടത്തുന്ന ഒരു പാർട്ടിയാണ്. ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് അത്ഭുതമുണ്ട്. കാരണം ഇതിനകത്ത് പ്രവർത്തിക്കാൻ പാടില്ല. നമ്മളൊരു പോസ്റ്റ് വാങ്ങി വെറുതെ മിണ്ടാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഇറങ്ങി ആരെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ചെയ്ത തെറ്റെന്താണ്, ഞാൻ നമ്മുടെ കായംകുളം MLA പോയി കണ്ടു. അത് LDF-ൻ്റെ MLA ആണ്. നമ്മുടെ മന്ത്രി പ്രസാദിനെ യാദൃശ്യമായിട്ട് ചേർത്തല വെച്ച് കണ്ടു. അരൂർ MLA ദലീമ മേഡത്തെ കണ്ടു. വെള്ളാപ്പള്ളിയെ കണ്ടു. ഇതാണ് ഞാൻ ചെയ്തത് സംഘടനാ വിരുദ്ധം. അല്ലാതെ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് കണ്ടതാണ് MLA-ക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. അല്ലാതെ എൻ്റെ പേരിൽ വേറെ ഒരു ആരോപണവും ഇല്ല പാർട്ടിക്കകത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ എന്നോടൊപ്പം നിന്ന ആലപ്പുഴ ജില്ലയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് രാജിവെക്കുന്നുണ്ട്. പല ജില്ലയിൽ നിന്നും ആൾക്കാർ രാജിവെക്കുന്നുണ്ട്. ഞാനൊരു മോശക്കാരനാണെങ്കിൽ എനിക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടാകില്ല. ഈ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരരംഗത്ത് വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ആവിഷ്കരിക്കാറുണ്ട്. പക്ഷേ NCP വാർത്താമാധ്യമങ്ങളിൽ നിറയുന്നത് PC ചാക്കോ AK ശശീന്ദ്രനെ കുറ്റം പറയുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ AK ശശീന്ദ്രൻ PC ചാക്കോയ്ക്ക് കുറ്റം പറയുന്നത്, അതല്ലെങ്കിൽ തോമസ് കെ തോമസ് പരസ്പരം ഒരു ഇന്റേണൽ ഫൈറ്റ്, പാർട്ടിക്കകത്ത് ഒരു ഇന്റേണൽ ഫൈറ്റ് എന്നതിനപ്പുറത്ത് NCP എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് രാഷ്ട്രീയ പരിപാടികൾ നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. 100%. ഇതിനകത്ത് PC ചാക്കോയും ശശീന്ദ്രനും തമ്മിലുള്ള തെറിവിളിയും ശശീന്ദ്രനും PC ചാക്കോയും തമ്മിലടി, തോമസ് കെ തോമസും PC ചാക്കോയും തമ്മിലുള്ള വിഷയം, ഇതല്ലാതെ പാർട്ടിയിൽ ഒന്നും നടക്കുന്നില്ല. പിന്നെ LDF-ൻ്റെ പരിപാടി വെക്കുമ്പം അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറേ ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ബിരിയാണി വാങ്ങിക്കൊടുത്ത് വേണം കൊണ്ടുപോകുന്നതെന്നാണ് പല ആൾക്കാരും പറയുന്നത്. പല ജില്ലയിലും അത് തന്നെയാണ് നടക്കുന്നത്. ജില്ലയിൽ പ്രവർത്തനം ഇല്ല. PC ചാക്കോ മാറിയോടുകൂടി ഈ പാർട്ടി തീർന്നു കേരളത്തിൽ. തോമസ് കെ തോമസ് പ്രസിഡന്റായിട്ട് ഏകദേശം 2-3 മാസമാകുന്നു. ഇതുവരെയ്ക്കും ഒരു കമ്മിറ്റി എടുക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ ഒരു പ്രസിഡന്റിനെ വയ്ക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പാർട്ടിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി മാറി നിന്ന ഒരാളിനെ വീണ്ടും പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് തോമസ് കെ തോമസ് നടത്തുന്നത്. അതിനെ എതിർക്കുന്ന ചാക്കോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പും അടിയല്ലാതെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയേ അല്ല. CPM-ന് ഇതൊരു തലവേദനയാണ് ഈ പാർട്ടി. ഈ തോമസ് കെ തോമസിനെ പോലെ ഇത്ര ഒരു യാതൊരുവിധ സംഘടനാ പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ പരിചയസമ്പത്തും ഇല്ലാത്ത ഒരാളൊക്കെ ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരാനുണ്ടായ ഒരു സാഹചര്യം പറയാൻ പറ്റുമോ? ഈ പാർട്ടിയിൽ തോമസ് കെ തോമസിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഞാൻ അതാണ് പറയുന്നത്, ഒരു ഡീല് നടന്നിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പറ്റാതെ വന്ന സമയത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല. അതിൻ്റെ പേരിൽ മാത്രമാണ് ഈ PC ചാക്കോ ഇദ്ദേഹത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് വയ്ക്കാൻ നിർദ്ദേശിച്ചത്. അവസാനം തോമസ് കെ തോമസ് ശശീന്ദ്ര പക്ഷമായ സമയത്ത് PC ചാക്കോ പുറത്തായി. ഈ PC ചാക്കോയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തിന്റെ കൂടെ പോയതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അത് PC ചാക്കോയുടെ കൂടെ നിന്നും ഔദ്യോഗിക മൊത്തം ആൾക്കാർ ഇപ്പം തോമസ് കെ തോമസിന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ശശീന്ദ്രന്റെ കൂടെയും തോമസ് കെ തോമസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. PC ചാക്കോയുടെ കൂടെ നിന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഒന്ന് KR രാജൻ, ഒന്ന് PM സുരേഷ് ബാബു. ഇതിൽ PM സുരേഷ് ബാബു മാത്രം വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് അതിനകത്തുണ്ട്. KR രാജൻ ഇന്ന് എവിടെയാണ്? അദ്ദേഹം ഈ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ ഒതുക്കി പുറത്ത് മാറ്റി നിർത്തിയേക്കുകയാണ്.
അദ്ദേഹത്തെ മാറ്റിയിട്ട് പുതിയൊരാളിനെ ഈ പാർട്ടിയുടെ സംഘടനാ ചുമതല സെക്രട്ടറി ആക്കി. എന്നിട്ട് അദ്ദേഹം ഇപ്പോഴും ഈ പാർട്ടിയുടെ പുറത്താണ്. കാരണം എന്താണ്? അദ്ദേഹം പി സി ചാക്കോയുടെ ആളായതുകൊണ്ടാണ്. ഇന്ന് അദ്ദേഹത്തിനെ പോലും പി സി ചാക്കോയ്ക്ക് വേണ്ട. ഈ ലതിക സുഭാഷ് പോലും ശരി തോമസ് കെ തോമസിന്റെ പക്ഷത്തേക്ക് മാറിയതായിട്ട്. അതെ, ലതിക സുഭാഷ് തോമസ് കെ തോമസിന്റെ പക്ഷത്തല്ല, മന്ത്രിയുടെ പക്ഷത്തേക്ക് മാറിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ അവരുടെ ബോർഡ് ചെയർമാൻ സ്ഥാനം നഷ്ടമാകും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ NCPക്കകത്ത് ഉള്ള ആളുകൾ, അതായത് 4 NCPക്കാർ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ 5ാമത്തെ NCPക്കാരൻ എങ്ങനെ പണി കൊടുക്കാം എന്ന ചർച്ചകൾക്ക് അപ്പുറത്ത് യാതൊരുവിധ രാഷ്ട്രീയവും NCPക്കകത്തില്ല എന്നുള്ളൊരു വാസ്തവം. അതെ. ഈ പി സി ചാക്കോയുമായിട്ട് യാതൊരു തരത്തിലും സഹകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു NCPക്കകത്ത്. പി സി ചാക്കോ സംഘാടകനായിരുന്നു. അദ്ദേഹം ഈ അദ്ദേഹത്തെ ഒരു കണക്ക് പറഞ്ഞാൽ അദ്ദേഹം ഈ പാർട്ടിയെ വളർത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് കേരളത്തിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും ഓഫീസ് ഉണ്ടാക്കാൻ പി സി ചാക്കോ മുൻകൈ എടുത്തു. പക്ഷെ അവസാനം വന്നപ്പോൾ പുള്ളിയും കച്ചവട രാഷ്ട്രീയത്തിലേക്ക് വീണു. പൈസയാണ് പുള്ളിക്ക് ഏറ്റവും പ്രധാനം എന്നുള്ള രീതി വന്നപ്പോൾ പുള്ളിയുടെ കൈവിട്ടു പോയി. ഈ PSC അംഗത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണത്തിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഉണ്ടെന്നാണ് പറയുന്നത്. അത് എനിക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം നിലവിലെ NCPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് മുഹമ്മദ് കുട്ടിയൊക്കെ അത് ആരോപിക്കുന്നുണ്ട്. പി സി ചാക്കോ സർക്കാർ തരത്തിലുള്ള ബോർഡുകളും കോർപ്പറേഷനുകളും ഒക്കെ പണം വാങ്ങിയിട്ടാണ് ആളുകളെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ബോർഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെ പറയുന്നു. അവരെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടാണ് അവരെ വെച്ചിട്ടിരിക്കുന്നതെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. കാരണം പരിചയസമ്പന്നരായിട്ടുള്ള പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പിന്നെ NCPക്കകത്ത് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കൂട്ടമായി ഇരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കിട്ട് പണിയാം എന്ന് മാത്രം ചർച്ച നടത്തുന്ന ഒരു സംവിധാനത്തിലേക്കായിട്ട് പാർട്ടി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇനിയുള്ള ഈ NCPയുടെ അവസ്ഥ എന്തായിരിക്കും ഫ്യൂച്ചറിൽ? NCP ഇനി ഇല്ല. കാരണം NCP നിലവിലുള്ള NCP എന്ന് പറഞ്ഞാൽ അജിത് പവാർ വിഭാഗമാണ്. മറ്റ് NCP എന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ ഇല്ല. അതാണ് സത്യം. ഈ ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ഈ NCP കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. ഈ കുട്ടനാട് സീറ്റിൽ അടുത്ത തവണ തോമസ് കെ തോമസ് വിജയിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളി ഇല്ല. അദ്ദേഹം താമസിക്കുന്നത് എറണാകുളത്താണ്. അദ്ദേഹം MLA ക്വാർട്ടേഴ്സ് മന്ത്രിയാകുന്ന പേരിൽ MLA ക്വാർട്ടേഴ്സ് വിട്ടിട്ടുണ്ട്. അവിടെയും തിരുവനന്തപുരത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് തോമസ് കെ തോമസിനെ കാണണമെങ്കിൽ ഒന്ന് എറണാകുളത്ത് പോകണം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഫ്ലാറ്റിൽ പോകണം. അവിടുത്തെ ഒരു വികസന കാര്യങ്ങളിലും പുള്ളി ഇടപെടുന്നില്ല. അതുകൊണ്ടാണല്ലേ നമ്മുടെ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞത് അദ്ദേഹം ഭരണകാര്യങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ല. ഈ കുട്ടനാട് MLA ഓഫീസ് പ്രവർത്തിക്കുന്നില്ലേ? പേരിനൊരു ഓഫീസ് പ്രവർത്തിക്കുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത്. തോമസ് ചാണ്ടി സാറിന്റെ വീട്ടിലുണ്ടായിരുന്ന ഓഫീസൊക്കെ അവർ പൂട്ടി ഇറക്കി വിട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവരുടെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ? ഉണ്ട്, ഓഫീസുണ്ട്. പക്ഷെ അത് പ്രവർത്തനം ഉണ്ടോ എന്ന് അറിയില്ല. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കുട്ടനാട്. അതായത് പ്രകൃതി മഴ വന്നാലും വെയിൽ വന്നാലും കൃഷിനാശം സംഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കുട്ടനാട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു MLAയുടെ പ്രസൻസ് വളരെ ആവശ്യമില്ലത്. അതെ, ഞാൻ അതിൽ പറഞ്ഞ നേരത്തെ ഞാൻ അവിടെ ഒരു 100 പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് സ്വയം തൊഴിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ വേണ്ട എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ആളാണ് തോമസ് കെ തോമസ്. അതുപോലും ചെയ്യാൻ പുള്ളി അനുവദിക്കുന്നില്ല. കാരണം കുട്ടനാട്ടിൽ ഒരു വികസനത്തിനും പുള്ളി കൂട്ടുനിൽക്കില്ല. ഈ 5 വർഷം കഴിഞ്ഞ് വീണ്ടും പുള്ളി മത്സരിക്കുക, പുള്ളിക്ക് അവിടെ മന്ത്രിയാകുക, ഇതാണ് പുള്ളിയുടെ താല്പര്യം. മന്ത്രിമോഹം അല്ലാതെ പുള്ളിയുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല. സതീഷ് തൊന്നക്കൽ അടുത്ത പ്രാവശ്യം മത്സരിക്കും, തീർച്ചയായിട്ടും മത്സരിക്കും. ഞാനിപ്പോൾ അടുത്ത് തന്നെ അവിടെ നമ്മളൊരു ഗ്രാമയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലും പോയിട്ട് അവിടുത്തെ സാധാരണക്കാരെ പോയി കണ്ട് അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്കത് ചെയ്തു കൊടുത്ത് തന്നെ ഈ ഒരു വർഷം ഞാൻ കുട്ടനാട്ടിൽ തന്നെ ഉണ്ടാകും, അവിടെ മത്സരിക്കും. കാരണം മുൻപ് NCPയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്ന റെജി ചെറിയാൻ ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലാണ് ഉള്ളത്. പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യവും കുട്ടനാട് തന്നെ ആണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം അടുത്ത പ്രാവശ്യം കുട്ടനാടിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക ഒരു ലക്ഷ്യമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? അല്ല, കുട്ടനാട് പുള്ളി മത്സരിക്കാൻ വേണ്ടിയാണ് പുള്ളി ഈ പാർട്ടി വിട്ട് തന്നെ പോയത്. കാരണം പുള്ളി മത്സരിക്കുന്നതും തോമസ് കെ തോമസിനെതിരായിട്ടാണ്. കാരണം തോമസ് കെ തോമസ് ഈ 5 വർഷവും കുട്ടനാട്ടുകാർക്ക് ഒന്നും ചെയ്തിട്ടില്ല. കുട്ടനാട്ടിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്യുമെന്നുള്ള പേടിയിലാണ് അദ്ദേഹത്തെ പോലും പുറത്താക്കാൻ വേണ്ടി മുൻകൈ എടുത്തത്. അപ്പം അതുകൊണ്ടാണ് പുള്ളി തോമസ് കെ തോമസിനെതിരായിട്ടാണ് പുള്ളി മത്സരിക്കുന്നത്. ഈ സതീഷ് തൊന്നക്കലിനൊപ്പം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പ്രവർത്തകരും ആളുകളൊക്കെ എല്ലാ ജില്ലകളിലും നമ്മൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രവർത്തകർ വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലുണ്ട്, തിരുവനന്തപുരത്ത് അടുത്ത് കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാർ രാജിവെച്ചു. എല്ലാ ജില്ലയിലും. കാരണം ഇതിന്റെ ഔദ്യോഗികമായിട്ട് ഇനിയിപ്പോൾ തോമസ് കെ തോമസിന്റെ പ്രഖ്യാപനം വരും, ഭാരവാഹി പ്രഖ്യാപനം വരുന്നതോടുകൂടി ഇത് മൊത്തത്തോടുകൂടി തീരും. NCP എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ലാതാവും. അടുത്ത പ്രാവശ്യം കുട്ടനാട് സീറ്റ് കിട്ടുമോ NCPക്ക്? സംശയമാണ്. കാരണം തോമസ് കെ തോമസിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തി ഒരു സീറ്റ് നഷ്ടപ്പെടുത്താനായിട്ട് LDF തയ്യാറാവും. അങ്ങനെ കൊടുക്കില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്ത് വില കൊടുത്തും വാങ്ങുമെന്ന് പറഞ്ഞാണ് പുള്ളി നിൽക്കുന്നത്. അതിനുള്ള വില ഉണ്ടോ തോമസ് കെ തോമസ്? ഉണ്ടെന്നല്ലേ പുള്ളി പറയുന്നത്. കാരണം അദ്ദേഹം മന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാമെന്ന ലക്ഷ്യത്തോടു കൂടി. അല്ല, അതിനൊരു ഉദാഹരണം നമ്മുടെ ആലപ്പുഴ ജില്ലാ ഓഫീസ് PC ചാക്കോ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിലവിലെ ജില്ലാ പ്രസിഡന്റ് എടുത്തായിരുന്നു.
ആ സമയത്ത് പുള്ളി പറഞ്ഞത് ഞാൻ മന്ത്രിയാവുമെങ്കിൽ ഞാൻ അതിൻ്റെ വാടക നിങ്ങൾക്ക് തരാം, അതുകൊണ്ട് മന്ത്രി ആകില്ലെന്ന് ഉറപ്പായതുകൊണ്ട് എനിക്ക് അതിൻ്റെ പിന്നിൽ നടക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ വഴി നോക്കാൻ പറഞ്ഞ ആളാണ് തോമസ് കെ തോമസ്. ഈ NCPക്കകത്ത് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കാറുണ്ടോ? ഒന്നുമില്ല. സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഒന്നുമില്ല. രാഷ്ട്രീയ നയങ്ങൾ രൂപീകരണം ഒരു നയവുമില്ല. NCPയിൽ ഒരു കമ്മിറ്റിക്ക്, ഇപ്പം ഞാൻ തന്നെ ഒരു കമ്മിറ്റിക്ക് പോകുമ്പം അടുത്തുള്ള ഭാരവാഹി നോക്കാൻ പേടിയാണ്. അവർ തീവ്രവാദി വരുന്നത് മാതിരിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. ഇപ്പോൾ തോമസ് കെ തോമസ് വന്നാൽ തന്നെ അദ്ദേഹം എന്തോ മസിൽ പിടിച്ചല്ല ആ മീറ്റിങ്ങിൽ വരുന്നത്. എന്നിട്ട് അദ്ദേഹം എന്തോ ഒന്ന് രണ്ട് കാര്യം പറയും, സഹപ്രവർത്തകരുടെ അടുത്ത് പോലും അദ്ദേഹം മിണ്ടില്ല, അദ്ദേഹം ഇറങ്ങി അങ്ങ് പോകും. കഴിഞ്ഞ തവണ ഈ NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുഹമ്മദ് കുട്ടി അതായത് എനിക്ക് തോന്നുന്നു NCPയുടെ മുൻ സംസ്ഥാന ട്രഷററായിരുന്നു. അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഹോളിൽ പോലും പ്രവേശിക്കാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അന്നുണ്ടായിരുന്ന ഒരു ധാരണ എന്താണത്? അന്ന് ധാരണ ഇവരെല്ലാം കൂടെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാവുന്ന PC ചാക്കോയുമായിട്ടൊരു ധാരണയുണ്ടാക്കി. അതിനു മുമ്പ് അത് ഇലക്ഷൻ അല്ലായിരുന്നു അവിടെ നടന്നത്. ഇവരെല്ലാം മുൻകൂട്ടി ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ, ഇവരെല്ലാം ഞാനും അതിനകത്ത് പെടും, ഞാനും അഡ്വക്കേറ്റ് KR രാജനും PM സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ആൾക്കാർ 2 ദിവസം മുമ്പേ എറണാകുളത്ത് പോയി അവിടെ ഇരുന്നു കൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു പ്ലാൻ നാടകമാണ് PC ചാക്കോ പ്രസിഡന്റ് ആയത്. അതിനകത്ത് ഞാനും അതിനകത്ത് കണ്ണിയാണ്, ഞാൻ ഉൾപ്പെടെ, ഞാനും KR രാജനും PM സുരേഷ് ബാബുവും ഉൾപ്പെടെയുള്ള ആൾക്കാർ 2-3 ദിവസം മുമ്പേ അവിടെ എറണാകുളത്തുണ്ടായിരുന്നു. അന്ന് തയ്യാറാക്കിയ ഒരു നാടകത്തിന്റെ പേരിലാണ് PC ചാക്കോ അന്ന് പ്രസിഡന്റ്. അല്ലെങ്കിൽ PC ചാക്കോ പ്രസിഡന്റ് ആവില്ല. താങ്കളൊക്കെ NCPയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു, റെജി ചെറിയാൻ ദേശീയ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ഇങ്ങനെ നിങ്ങളൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുമായിട്ടൊരു സമവായ ചർച്ചയ്ക്കൊന്നും സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല. അവർക്ക് സന്തോഷമല്ലേ, അവർക്ക് പ്രവർത്തിക്കുന്ന ഒരാൾ പുറത്തു പോയാൽ അവർക്ക് സന്തോഷമാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരില്ല. ഇപ്പം നമ്മൾ NCP എടുത്തു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ഒരാളിനെ ഇതിനകത്ത് നിർത്തില്ല. ഇതിനകത്ത് PC ചാക്കോയെ, ഒരു തോമസ് കെ തോമസ്, ഒരു AK ശശീന്ദ്രനോ മതി, വേറെ ആരും ഈ പാർട്ടിയിൽ വേണ്ട. അവരൊരു 4-5 പേരടങ്ങുന്ന ഒരു കോർ കമ്മിറ്റിയാണ്. വേറൊരാൾ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അവനെ എങ്ങനെയെങ്കിലും പുറത്താക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക, ഇതാണ് അവരെ ഒരു വിഷൻ. ഇത് NCPയുടെ ഒരു പൊതു സ്വഭാവമാണ്. അതെ അതെ അതെ. കാരണം ഇനി ഞങ്ങൾ മാത്രം മതി, വേറെ ആരും ഈ പാർട്ടിയിലേക്ക് വരണ്ട. അതെ, അതിന് ഉദാഹരണമാണ് MA മുഹമ്മദ് കുട്ടി. അദ്ദേഹം ഈ പാർട്ടിക്ക് എതിരായിട്ട് എന്താണ് ചെയ്തത്? അദ്ദേഹം ഈ പാർട്ടിക്ക് ഒരു അസറ്റ് തന്നെയായിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും MA മുഹമ്മദ് കുട്ടി ഈ പാർട്ടിക്ക് ഒരു അസറ്റായിരുന്നു. റെജി ചെറിയാൻ ഈ പാർട്ടിക്ക് ഒരു അസറ്റ് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് പോയി, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഫേസ് ഉള്ള ആളുകളെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് ഈ മൂവർ സംഘത്തിന്റെ ലക്ഷ്യം. അതെ അതെ അതെ, തീർച്ചയായും. ഇതിന് കുടപിടിക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെ പാർട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ എല്ലും കഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ സുഗമ സ്വസ്ഥമായിട്ടൊരു വെറുതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം. അല്ല, അവർക്കത് മതി, അവർക്ക് ആൾ വേണ്ട. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് LDFന്റെ ഓടൊപ്പം ചേർന്ന് നിന്ന് LDF ബന്ധമില്ലെങ്കിൽ അവർ ഒരു സ്ഥലത്ത് 5 പേരെ വിളിച്ചു കൂട്ടാൻ അവർക്ക് പറ്റില്ല. ഒരു സമര പരിപാടി വെക്കാൻ അവർക്ക് പറ്റില്ല. എന്തെല്ലാം സമര പരിപാടികൾ ഇപ്പം തന്നെ ആസൂത്രണം ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങളൊന്നും. LDF നടത്തുന്ന പ്രോഗ്രാമിനൊപ്പം പോയി നിൽക്കുകയല്ലാതെ NCP ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട് എന്ത് പരിപാടിയാണ് നടത്തി? ഈ LDF പരിപാടികളിലൊക്കെ ഈ വലിയ കൊടിയുമായിട്ട് ബംഗാളികളെ നിർത്തുന്ന ഒരു പതിവ് NCPക്ക് ഉണ്ടെന്ന് പറയുന്നത്. അതെ അതെ അതെ, ബംഗാളികളും ദം ബിരിയാണിയും. ഈ അടുത്ത് ഞാൻ അറിഞ്ഞത്, അപ്പോൾ ഈ 1-2 ആൾക്കാർ KR രാജനെ കുറിച്ചും മറ്റുള്ള ആൾക്കാരെ കുറിച്ചും പോയി PC ചാക്കോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി 500 രൂപയും ദം ബിരിയാണിയും വാങ്ങിച്ചു കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞു. ഈ വാങ്ങിച്ച ആൾ തന്നെയാണ് പിന്നെ അത് തിരുത്തി പറയാൻ, ഞങ്ങൾക്ക് ബിരിയാണിയും വാങ്ങിച്ചു തന്ന് കുപ്പിയും വാങ്ങിച്ചു തന്നാണ് ഞങ്ങൾ പോയി പറഞ്ഞത്, PC ചാക്കോ എടുത്ത് പോയി പറഞ്ഞത്. സത്യമായ കാര്യമാണ്. അത് തിരക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. എന്നോട് NCPയുടെ നേതാവ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വേറൊരാളെ കുറിച്ച് വിളിച്ച് പരാതി പറയാനായിട്ട് വേറൊരാളുടെ പേര് ഉപയോഗിച്ച്, അതായത് A എന്ന ആളെക്കുറിച്ച് പരാതി പറയാൻ വേണ്ടിയിട്ട് B എന്നൊരു വ്യക്തിയെ വിളിച്ച ഒരാൾ പറയുന്നു. എന്നിട്ട് C എന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞ്, ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞ് ഞാനാണെന്ന് പറഞ്ഞ് മറ്റൊരാളെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ച് ഈ ചാക്കോ സാറിൻ്റെ അടുത്ത് പറയിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതുണ്ട്, അത് 100% സത്യമാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് സതീഷ് തോന്നയ്ക്കലാണെന്നും പറഞ്ഞ് പല ആൾക്കാരെയും കൊണ്ട് PC ചാക്കോ വിളിപ്പിക്കും. പല ആൾക്കാരെയും കൊണ്ട് സതീഷ് തോന്നയ്ക്കലിനെ കുറിച്ച് മോശമായിട്ട് പറയിപ്പിക്കും, KR രാജനെ കുറിച്ച് പറയിപ്പിക്കും, ഈ PM സുരേഷ് ബാബുവിനെ കുറിച്ച് പറയിപ്പിക്കും, AK ശശീന്ദ്രനെ കുറിച്ച് പറയിപ്പിക്കും. ഇപ്പം PC ചാക്കോയായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളാണ് KR രാജൻ. ഈ KR രാജനെ കുറിച്ച് PC ചാക്കോയുടെ അടുത്ത് ഒരാൾ പോയി പറയുമ്പം PC ചാക്കോ എന്ത് ചെയ്യണം? KR രാജനെ വിളിച്ചിട്ട് ഇപ്പോൾ ചോദിക്കണം, നിങ്ങളെക്കുറിച്ച് ഞാനൊരു ഇത് വന്നു, ശരിയാണോ? അല്ലെ ഈ പറയുന്ന ആളിനെയും എതിർകക്ഷി ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ചോദിക്കണം. ഇതൊന്നും PC ചാക്കോ ചെയ്യില്ല. PC ചാക്കോ അപ്പോഴും മുതൽ മുഖം വീർപ്പിച്ചുകൊണ്ട് KR രാജൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളാണെന്നുള്ള രീതിയിലാണ് പിന്നെ കാണുന്നത്.
അതാണ് പി സി ചാക്കോയുടെ ശാപം. പി സി ചാക്കോയുടെ കൂടെ നിന്ന ആൾക്കാരെല്ലാം പോകാൻ കാരണം എന്താണ്? പുള്ളിയുടെ കൂടെ നിന്ന ആൾക്കാരെല്ലാം നഷ്ടപ്പെടാൻ കാരണം പുള്ളിയുടെ ഈ സ്വഭാവം കൊണ്ടാണ്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ വിളിച്ചിട്ട് ഈ പറഞ്ഞ ആളിനെയും വിളിച്ചിരുത്തി കൂട്ടിച്ചോദിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ പുള്ളി ഇതുവരെയ്ക്കും ശ്രമിച്ചിട്ടില്ല. പുള്ളി ആ നിമിഷം മുതൽ അവരെ ശത്രുവായി കാണും. അത് എതിർ വിഭാഗം തോമസ് കെ തോമസ് ആയാലും മറ്റുള്ള ആൾക്കാർ അത് മുതലെടുത്തു. അതുകൊണ്ടാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പി സി ചാക്കോ ഒന്നും അല്ലാതായി നിൽക്കുന്നത്. NCP നടത്തുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ സമരങ്ങളോ ഒന്നുമല്ല വാർത്താമാധ്യമങ്ങളിൽ വരുന്നത്. AK ശശീന്ദ്രൻ തോമസ് കെ തോമസിനെ കുറ്റം പറയുന്നു. പരസ്പരമുള്ള പഴി ചാനലുകൾക്ക് അപ്പുറത്തേക്ക് ഒരു സംഘടനാ പ്രവർത്തനവും NCPക്ക് അകത്തില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അല്ല, താങ്കൾക്കറിയാം, ഈ കഴിഞ്ഞ ഒരു വർഷത്തെ മുമ്പുള്ള വീഡിയോയിലെടുത്ത് മീഡിയയിൽ വന്നിട്ട് വാർത്ത എടുത്താൽ മതി. പി സി ചാക്കോ പറഞ്ഞ എന്താണ്? 2.5 വർഷം എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല, 5 വർഷം ശശീന്ദ്രൻ ഇരിക്കും. ആ പറഞ്ഞ പി സി ചാക്കോ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞെന്താണ്? 2.5 വർഷമേ ഉള്ളൂ. അപ്പോൾ അപ്പോഴെപ്പോഴും വാക്ക് മാറ്റി പറയാൻ ഏറ്റവും വിരുദ്ധനാണ് പി സി ചാക്കോ. പി സി ചാക്കോ ഒരു ശതമാനം പോലും വിശ്വസിക്കാൻ പറ്റില്ല. 100% പോയിട്ട് 0.5% പോലും അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും ചതിക്കുന്ന ആളാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ലതിക സുഭാഷും PM സുരേഷ് ബാബു അടക്കമുള്ള ആളുകൾ തോമസ് കെ തോമസിന്റെ പക്ഷത്തേക്ക് മാറിയത്. അല്ല, അവർ മാറിയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇത് ബലമായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ സുരേഷ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പുള്ളി സംഘാടകനാണ്, പുള്ളി ഇതിലൊന്നും വീഴുന്ന ആളല്ല. പക്ഷെ എന്നിരുന്നാലും കൈവിട്ടുപോയി, പി സി ചാക്കോയുടെ കയ്യിൽ നിന്ന് പാർട്ടി പോയി. സുരേഷ് ബാബു കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സുരേഷ് ബാബുവിനെ പി സി ചാക്കോ വിളിച്ച് NCPയിൽ കൊണ്ടുപോകുന്നത്. ലതിക സുഭാഷ് ഏറ്റുമാനൂർ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ പ്രാവശ്യം 2021 തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയ ഒരു നേതാവ് കൂടിയാണ്. അവർക്കിപ്പോൾ NCPയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ അവർക്ക് പ്രവർത്തിക്കാന്നേ, അവർക്കിപ്പോൾ ബാബുവേട്ടനെ സംബന്ധിച്ചൊക്കെ പ്രവർത്തിക്കാം. പക്ഷേ ഇതിനകത്ത് ജോലി ചെയ്യേണ്ടെന്നേ. ജോലി ചെയ്യാത്ത പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് NCP ആണ്. NCPയിലെ NCP എന്ന് പറയാൻ പറ്റില്ല. ഒരു ജോലിയും ചെയ്യണ്ട, മിണ്ടാതെ. ഇപ്പം എൻ്റെ അടുത്ത് വെള്ളാപ്പള്ളിയെ കണ്ടതിൻ്റെ അടുത്ത ദിവസം എനിക്കൊരു പോസ്റ്റ് ഒരാളിട്ടു, ആ ഗ്രൂപ്പിനകത്താണ്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല. എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. വെള്ളാപ്പള്ളിയെ ഞാൻ കണ്ടതുമായി ബന്ധപ്പെട്ട് NCPയുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ എന്നെയും വെള്ളാപ്പള്ളിയും ചേർത്ത് വിളിച്ച തെറികൾ ഇത് പി സി ചാക്കോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പി സി ചാക്കോ അതിനകത്ത് അഡ്മിനാണ്. അദ്ദേഹം അത് ബ്ലോക്ക് ചെയ്യണ്ടേ? അദ്ദേഹം ഇതെല്ലാം ആസ്വദിച്ചു. എന്നിട്ടും പിന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും തോമസ് കെ തോമസ് വെള്ളാപ്പള്ളി തെറി പറയുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞെന്താണ്? വെള്ളാപ്പള്ളി വലിയ മകാനാണ്, വലിയ നേതാവാണെന്ന്. ഞാൻ ചോദിക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിന് കുട്ടനാട്ട് നിന്ന് തോമസ് കെ തോമസ് പറയണം എനിക്ക് ഈ SNDP യോഗത്തിൻ്റെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം തോമസ് കെ തോമസിനുണ്ടാവൂ? അദ്ദേഹം മുഴുവൻ SNDPക്കാരെയാണ് അപമാനിക്കുന്നത്, വെള്ളാപ്പള്ളിയല്ല. അത് അദ്ദേഹം പറയണം. എന്നിട്ട് അദ്ദേഹം കുട്ടനാട്ടിൽ ഇറങ്ങി വോട്ട് പിടിക്കണം. അദ്ദേഹത്തിന് ജാതി സ്പിരിറ്റ് ഉള്ള ഒരാളാണോ? ഉണ്ടായിരിക്കാം. തോമസ് കെ തോമസ് രാഷ്ട്രീയത്തിൽ വന്നത് തോമസ് ചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം മാത്രമാണ് എന്നെനിക്ക് തോന്നുന്നു. അതെ അല്ലേ? അതെ. അതിനു മുമ്പ് അദ്ദേഹത്തിന് രാഷ്ട്രീയം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പുള്ളി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ബാഗും പിടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു എന്നാണ്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ പുള്ളി കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനല്ല പുള്ളി ഇപ്പോഴും കഴിഞ്ഞ ദിവസവും പറഞ്ഞ ഞാൻ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ പുള്ളി ആരെയും കൂട്ടിച്ചേർക്കില്ല. പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരെ മാത്രം ലക്ഷ്യം വച്ചേ പുള്ളി പോകുള്ളൂ. ഇതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോയെന്നേ. ഇപ്പോൾ ഉദാഹരണത്തിന് ജോസ് മോനിന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. പുള്ളി എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി? പുള്ളി സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മമ്മൂട്ടി എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി? അയാൾ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയോ? ഈ പറഞ്ഞ റെജി ചെറിയാൻ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി? ഇവരൊന്നും സംഘടനാ വിരുദ്ധ പ്രവർത്തകരല്ല. പക്ഷേ ഇവരെയൊക്കെ സംഘടനാ വിരുദ്ധരാക്കിക്കൊണ്ട് ചില ആൾക്കാർ ഇവർ വളർന്നു വരുന്നത് അനുവദിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു നാടകമാണ്. ഇവർക്കൊന്നും ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് അവരെല്ലാം പോയത്. ഇപ്പൊ NCPയിൽ അവശേഷിക്കുന്ന ഏതാനും ചില നേതാക്കന്മാരും മാത്രമാണ്. അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി അത് പോകും. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഏലത്തൂർ സീറ്റ് കിട്ടാതെ വരികയും കുട്ടനാട്ടിൽ പരാജയപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് NCP എന്ന് പറയുന്നത് ഒരു ചരിത്രമായിട്ടിവിടെ മാറും. അതല്ല ഇതിനകത്ത് രസം. ഞാൻ ഈ കുട്ടനാട് മത്സരിക്കുമെന്ന് പറഞ്ഞപ്പം പല ആൾക്കാരും NCPക്കാർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് നടക്കില്ല, ചുമ്മാ ഭീഷണിയാണെന്ന്. പക്ഷെ ഞാൻ കുറേ ദിവസം അങ്ങോട്ട് പോകുന്തോറും കുട്ടനാട്ടിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും അവിടുത്തെ മിക്ക സാമുദായിക സംഘടനകളും ക്ലബ്ബുകളും മറ്റുള്ള സോഷ്യൽ സർവീസ് നടത്തുന്ന ആൾക്കാർ ഇവരെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ട് നമ്മൾ കൈത്താങ് എന്നും പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ കൈത്താങ് എല്ലാ വാർഡുകളിലും 181 വാർഡുണ്ട്. 180 സ്ഥലങ്ങളിൽ നമ്മൾ ഇവരെ വെച്ചുകൊണ്ട് ഈ ക്ലബ്ബുകളെയും സാമുദായിക സംഘടനാ നേതാക്കളെയൊക്കെ വെച്ചുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മളൊരു കുട്ടനാടിൻ്റെയിലൂടെ ഒരു സ്നേഹയാത്ര എന്ന ഒരു പരിപാടി വെച്ചിട്ട് അതാത് വാർഡുകളിൽ പോയി പഞ്ചായത്തുകളിൽ പോയി അവിടുത്തെ ജനങ്ങൾ, പല പഞ്ചായത്തിലും ക്യാൻസർ രോഗികൾ വരെയുണ്ട്, അവരെ പോയി കണ്ട് അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ ആവശ്യം പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പരിഹരിക്കാനല്ല, ഇലക്ഷന് മുമ്പ് ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ട് ജനങ്ങളെ മുന്നിൽ പോയി നിന്ന് ജനവിധി തേടും.
കുട്ടനാടിൽ ശക്തമായ പ്രചരണം ആരംഭിക്കാൻ തന്നെയാണ് ഇത്. ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ പുറമേ ഉള്ള ഇത് കാണിക്കാതെ അടിസ്ഥാനപരമായിട്ട് അടിത്തറയിൽ നമ്മൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 90ഓളം ആൾക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ കമ്മിറ്റി എല്ലാ സ്ഥലങ്ങളിലും എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അതേതായിരിക്കും തിരഞ്ഞെടുക്കുക? അത് പല പാർട്ടികളും സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഏതാണ് സഹകരിച്ച് പോകാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് അവനുമായിട്ട് ഒപ്പം നിന്ന് പോകാനാണ്. രാഷ്ട്രീയ നയപരിപാടികളുള്ള ഏതെങ്കിലും ഒരു, അതെ, രാഷ്ട്രീയ നിലപാടുള്ള, പ്രവർത്തിക്കാൻ പറ്റുന്ന, ഇത് കണക്ക് മാടമ്പിത്വം ഇല്ലാത്ത ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ജനസേവനം ചെയ്യാനാണ് താല്പര്യം. രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കേരളത്തിലെ NCP-S അധംപതിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഏതൊക്കെയായാലും NCP-യുടെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളത് നാളുകളിൽ അവരുടെ നേതാക്കന്മാർ തീരുമാനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.